Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് വെള്ളം കേറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് ലിക്വിഡ് ഡാമേജ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട് എങ്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ആക്കുക തന്നെ വേണം. ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഫോണിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ആക്കുക. ഫോണിൻ്റെ ബാക്ക് കവർ എങ്ങനെ ഓപ്പൺ ആക്കാം? അത് ഇൻബിൾട്ട് ആയിട്ട് വരുന്ന ബാറ്ററി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഓപ്പൺ ആക്കാൻ പറ്റാത്ത ഇതായിരുന്നാൽ പോലും അത് എങ്ങനെ ഫോണിൻ്റെ ബാക്ക് കവർ എങ്ങനെ ഓപ്പൺ ആക്കി ചെക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെയും ബാക്ക് കവർ ഓപ്പൺ ആക്കാൻ സാധിക്കും. ഓക്കെ, ബാക്ക് കവർ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നതും ഈ ഒരു ഓപ്പൺ ആക്കിയ ഞാനൊരു ഫോൺ കാണിച്ചു തരാം. ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് പല ഭാഗം മദർ ബോർഡിലോ അല്ലെങ്കിൽ ഈ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഹൗസിങ്ങിലോ അല്ലെങ്കിൽ ഫോണിൻ്റെ സെൻട്രൽ ഹൗസിങ്ങിലോ സബ് ബോർഡിലോ മെയിൻ ബോർഡിലോ എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ ഒരു സ്റ്റിക്കർ കാണാൻ സാധിക്കും. ഒരു വെള്ള സ്റ്റിക്കർ കാണാൻ സാധിക്കും. ഇതേപോലെ സ്റ്റിക്കർ കണ്ടാ, ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്വയർ ആയിട്ടൊരു സ്റ്റിക്കർ കാണാൻ സാധിക്കും. ഈ ഒരു ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റൗണ്ടിലൊരു സ്റ്റിക്കർ കാണാൻ സാധിക്കും, വെള്ള സ്റ്റിക്കർ കാണാൻ സാധിക്കും. ഇത് ചിലപ്പോൾ ചില ഫോണുകൾ ഒന്നായിരിക്കും, ചില ഫോണുകൾ രണ്ടായിരിക്കും, ചില ഫോണിൽ 3-4 സ്റ്റിക്കറുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റിക്കറുകൾ കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റിക്കറിൻ്റെ പേര് എന്ന് പറയുന്നത് LDI അല്ലെങ്കിൽ LCI എന്ന് പറയുന്ന സ്റ്റിക്കറാണ്. LDI എന്ന് പറയുന്നത് ലിക്വിഡ് ഡാമേജ് ഇൻഡിക്കേറ്റർ എന്നും LCI എന്ന് പറയുന്നത് ലിക്വിഡ് കോണ്ടാക്ട് ഇൻഡിക്കേറ്റർ എന്നുമാണ്. ഓക്കെ, രണ്ടിൻ്റെയും ഉപയോഗം ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ LDI അല്ലെങ്കിൽ LCI എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് അവിടെ ഫോണിൻ്റെ പല ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഒരു വെള്ള നിറത്തിലായിരിക്കും. വെള്ള നിറത്തിലാണ് എങ്കിൽ, സാധാരണഗതിയിൽ ഇത് വെള്ള നിറത്തിലായിരിക്കും. ഈ ഒരു വെള്ള നിറത്തിലാണ് എങ്കിൽ, വൈറ്റ് കളറിലാണ് എങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് വെള്ളം എൻട്രി ചെയ്തിട്ടില്ല, വാട്ടർ എൻട്രി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലിക്വിഡ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും എൻട്രി ചെയ്തിട്ടില്ല എന്ന് അനുമാനിക്കാം. യാതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയായിരിക്കും, വെള്ളം എൻട്രി ചെയ്തിട്ടില്ല. എന്നാൽ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട് എങ്കിൽ, ഇതിൻ്റെ കളർ ഒരു ചുവപ്പ് നിറത്തിലോ അല്ലെങ്കിൽ ഇളം ചുവപ്പ് നിറത്തിലൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ബോർഡിൽ വെള്ളം കയറിയിട്ടുണ്ട്, വെള്ളം എൻട്രി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ് ഡാമേജ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഈ ഒരു സ്ട്രിപ്പ് അല്ലെങ്കിൽ ഈ ഒരു LDI അല്ലെങ്കിൽ LCI എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റിക്കർ സാധാരണഗതി വെള്ളം കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ള നിറത്തിലായിരിക്കും. അതിലേക്ക് വെള്ളം എൻട്രി ആയിട്ടുണ്ടെങ്കിൽ ഇത് ചുവപ്പായിട്ട് മാറും എന്നുള്ളതാണ്. ഞാൻ വേറൊരു ബോർഡും കൂടെ കാണിച്ചു തരാം. വെള്ളം എൻട്രി ആയിട്ടുള്ള ഒരു ബോർഡ് കാണിച്ചു തരാം. കണ്ടാ, ഈ ഒരു ബോർഡിൻ്റെ ഈ ഒരു LCI സ്ട്രിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു ചുവപ്പ് നിറത്തിലാണ്. ഈ ഒരു ചുവപ്പ് നിറത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം ഇതിൽ വെള്ളം എൻട്രി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെള്ളം എൻട്രി ആയിട്ട് വെള്ളത്തിൻ്റെ പൂപ്പലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം ഇതിൻ്റെ അത് വെള്ളം എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബോർഡിലൊക്കെ പൂപ്പൽ പോലുള്ള ഒരു പ്രശ്നങ്ങൾ കാണിക്കും. അതേപോലെ തന്നെ വെള്ളത്തിന് ചെറിയൊരു അംശങ്ങൾ കാണിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു സ്ട്രിപ്പ് ചുവപ്പ് നിറത്തിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. വേറൊരു ബോർഡും കൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതിൻ്റെയും കണ്ട LCI സ്ട്രിപ്പ് കണ്ട ചുവപ്പ് നിറത്തിലായിട്ടുണ്ട്. നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നല്ല ചുവപ്പ് നിറമാവും. ചെറിയ രീതിയിലാണ് കയറിയിട്ടുള്ളതെങ്കിൽ ഇളം ചുവപ്പ് നിറമാവും. ഓക്കെ, അപ്പോൾ നമ്മളൊരു വാറണ്ടി പീരീഡുള്ള ഒരു ഫോണാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൺ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ കൺഫേം ചെയ്യുന്നത് ഈ ഒരു സ്ട്രിപ്പും നോക്കിയിട്ടാണ്. ഈ ഒരു സ്ട്രിപ്പ് ചുവപ്പാണെങ്കിൽ കസ്റ്റമറോട് ഓൾറെഡി പറയും നിങ്ങളുടെ ഫോണിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്, വാട്ടർ ഡാമേജ് ആണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാം. ചിലപ്പോൾ വാറണ്ടിയൊക്കെ റിജക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിക്കർ നോക്കിയാണ് ചില സർവീസ് സെൻറ്ററുകളും അവരുടെ വാറണ്ടികൾ റിജക്റ്റ് ചെയ്യുന്നത്. ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വാറണ്ടി പീരീഡുള്ള ഒരു ഫോണാണെങ്കിൽ പോലും ഫോൺ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഇതേപോലെ സ്റ്റിക്കർ ചുവപ്പായിട്ടുണ്ടെങ്കിൽ അവർ വാറണ്ടി റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്, ഇതേപോലെ ചുവപ്പ് നിറത്തിലൊക്കെയാണ് കാണുന്നത്. ഇപ്പം ഫോണിന് യാതൊരു പ്രോബ്ലംസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഫോണ് ഒരു സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ കൈ കൊടുത്ത് ഫോണിൻ്റെ ബോർഡ് നല്ല രീതിയിലൊന്ന് സർവീസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ലിക്വിഡ് ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട്, ബോർഡ് ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെള്ളം കയറി നമുക്ക് അരിയിലൊക്കെ പൂത്തി വെച്ച് അല്ലെങ്കിൽ നമുക്ക് ഉണക്കിയൊക്കെ എടുത്ത് നമുക്കിപ്പോൾ നമ്മുടെ ഫോണിൽ യാതൊരു പ്രോബ്ലംസ് ഇല്ലെങ്കിൽ പോലും ഭാവിയിൽ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് വാട്ടർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ ഇപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ പിന്നീട് ഭാവിയിൽ യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാകുകയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൂപ്പലാണെങ്കിൽ പോലും അത് ബോർഡിൻ്റെ മറ്റ് ഭാഗങ്ങളും കൂടെ വ്യാപിച്ച് ഫോണിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഐസികൾ മറ്റു കാര്യങ്ങളൊക്കെ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാണ്, ഈ ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് പലപ്പോഴും ഫോണ് ലിക്വിഡ് ഡാമേജ് ആയിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ആക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.